ഓ അസാധ്യ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂടാണല്ലേ, നല്ല ചൂടും വെയിലും ഒക്കെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ്. ആശ്രാമ മൈതാനം നല്ല രീതിയിൽ ചുട്ടു പഴുത്ത് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം നല്ല കുളിർമ തരുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശപ്പും ദാഹവും ഒക്കെ ശമിപ്പിക്കുന്ന നല്ല കിടിലം കള്ള് സോഡ കുടിക്കാനാണ് ഞങ്ങൾ വന്നത്. നമുക്ക് കള്ള് സോഡയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ കള്ള് സോഡ കുടിക്കാനെത്തിയ ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, നല്ലതാണ്. പൊളിയായിരുന്നു. നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കാറുള്ളതാണ്. ശരിക്കും എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? മറ്റുള്ള ഡ്രിങ്ക്സിനേക്കാളും ഈ കള്ള് സോഡയുടെ പ്രത്യേകത ഇവിടെ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നല്ലൊരു എനർജിയാണ് കുടിക്കുന്നത്. ശരിക്കും ചുട്ടു പഴുത്ത് കിടക്കുകയാണ്. കൊല്ലത്താണ് ഇത്തവണ എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂട് ആണല്ലേ. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു എനർജി കിട്ടും. എനർജിയാണ്. ഇവിടെ തന്നെ ഉള്ളതാണോ? ഇവിടെ തന്നെ. അപ്പോൾ സ്ഥിരം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. ഞങ്ങൾ നടക്കാനൊക്കെ വൈകിട്ട് വരുമ്പോഴും ഇവിടെ വന്ന് കുടിക്കാറുണ്ടല്ലേ. ഒരാളിങ്ങനെ കള്ള് സോഡ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യുക അല്ലേ? അതെ. എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ല റിഫ്രഷിംഗ് ആയിട്ട് നല്ല ഈ വെതറിന് പറ്റിയൊരു ഡ്രിങ്ക് ആണ്. ഒരു ഗ്ലാസ് മാത്രം മതി? ഒരു ഗ്ലാസ് മാത്രം മതി. നമുക്ക് നല്ല എനർജൈസ്ഡ് ആയിട്ട് നല്ലൊരു എനർജി കിട്ടും നമുക്ക്. സ്പെഷ്യൽ മറ്റുള്ള ലൈം അല്ലെങ്കിൽ എങ്ങനെ എന്താണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് ഞാനിപ്പം കണ്ടിതിൽ നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് ഒരു ഷുഗർ സിറപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സോഡ ആണോന്ന്, സോഡ ആയിരിക്കും എന്തായാലും. സോഡ പിന്നെ ഉപ്പും എല്ലാം ഇട്ടൊരു പ്രത്യേക ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെ ടേസ്റ്റ് ചെയ്തതിനേക്കാൾ ഇതുവഴി എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാം, ലൈക്ക് സോഡ നാരങ്ങൻ്റെ കൂട്ടത്തിൽ ഫേവറേറ്റ് സാധനം എന്ന് പറയാം. അതെ. നല്ല പൊരി വെയിലത്ത് നിന്ന് ഇത് കുടിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ആക്ച്വലി എൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റിലേറ്റീവ്, അതായത് എൻ്റെ ബ്രദർ പറഞ്ഞ് നമ്മൾ കള്ളുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര മനസ്സിൽ എക്സ്പെക്ടേഷനൊക്കെ വെച്ചപ്പോൾ ആ കള്ളുടിക്കാൻ പോകുന്നത്. അന്നേരം അവൻ തന്നെയാണ് ആശ്രാമത്ത് കൊണ്ടുപോകുന്നത്. അന്നൊരു കുഞ്ഞ് കട ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് കള്ളു കുടിക്കാന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷെ നോക്കുമ്പോൾ ഇത് മേടിച്ചത് ഇതാണ് കള്ളെന്ന് പറഞ്ഞു. ഇവിടെ അന്ന് കോളേജ് സ്റ്റുഡൻസിനായിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. കള്ള് സോഡ നന്നോട്ട് അറിയാവുന്ന ആളായിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല എന്താണ്? ഞാൻ ആക്ച്വലി 87 ബാച്ചാണ് ബാറ്റുമായി പഠിച്ചിട്ടിരിക്കുന്നത്. ആ സമയത്താണ് 87, 88 ആ സമയത്തുണ്ട് ഒരു കുഞ്ഞു കട, കരമുടി ഒരു കാർണറാണ്. ഞാൻ കുടിക്കാൻ പോവാണ്. ഓ അസാധ്യ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. കള്ളു കുടിക്കുന്ന പോലെ കുടിക്കാന്ന് വിചാരിക്കും അല്ലേ? പാകത്തിന് തണുപ്പ്, പാകത്തിന് ഉപ്പ്, പഞ്ചസാര, അതോടൊപ്പം പാകത്തിന് ചെറിയൊരു എരിയും. ഒരു രക്ഷയില്ല, എല്ലാം കൂടി ചേർന്നൊരു അസാധ്യ കോമ്പിനേഷൻ. നമ്മുടെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണല്ലേ? അതോ അല്ലാത്തപ്പോഴും ഇങ്ങനെ തന്നെയാണോ ചേട്ടാ? കേട്ടോ ഞാൻ ചോദിച്ചേ. എത്ര നാളാണ് ഇവിടെ ഈ തുടങ്ങിയിട്ട് ഈ പ്രസ്ഥാനം? ഇവിടെ ഇപ്പം തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതിനു മുമ്പ് അവിടെ അങ്ങനെയല്ല, നമ്മുടെ ഈ കള്ള് സോഡ എന്ന് പറയുന്നത് കള്ള് സോഡയാണോ കല്ല് സോഡയാണോ? കള്ള് സോഡ. എന്താ ഈ പേര് വരാൻ കാര്യം? അത് പഴയ ആൾക്കാർ അന്ന് ഇട്ട ഒരു പേര്, അല്ല വേറെ സോഡ ഇറങ്ങിയ തന്നെ. മധുരം ഉപ്പും പുളിയൊക്കെ രണ്ടാണ്ട് അന്നത്തെ ആൾക്കാരിട്ട് അന്ന് ഇട്ടാണ് കള്ള് സോഡ എന്നല്ലേ? 22 വർഷമായി. ഓക്കെ. ആദ്യം അവിടെ ഗ്രൗണ്ടിന്റെ അടുത്തായിരുന്നല്ലേ? അല്ല, ആദ്യമേ ഇവിടെ ഒരു പെട്ടിക്കടയായിരുന്നു, ചെറിയ കടയായിരുന്നു. റോഡിന് വീതി കൂട്ടിയപ്പോൾ അതെടുത്ത്. ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കലോത്സവം ഒക്കെ നടന്ന സമയത്ത് ശരിക്കും ഭയങ്കരമായിട്ട് വൈറലായ ഒരു സംഭവമാണ്. കാരണം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞത് ഈ അടുത്ത സമയത്താണ് അല്ലേ?
ആ ഈ കൊല്ലത്തൊക്കെ ഉള്ളവർക്ക് ഒരുവിധം അറിയാം. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അല്ല ഒരു ഓക്കെ ഓക്കെ. ശരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ, ഇത്രയും സ്പെഷ്യൽ ടേസ്റ്റ് വരാനുള്ള കാര്യം എന്താ? സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് ആയി കഴിഞ്ഞാൽ ആവും. ഓക്കെ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്? പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ശരിക്കും നമുക്കറിയാം, നമുക്ക് വളരെ സുതാര്യമായിട്ടാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഏകദേശം ഇത്രയും പാരമ്പര്യമുള്ളതാണ് ഈ കള്ള് സോഡ എന്ന് പറയുന്നത്. ഇത്രയും പാരമ്പര്യമുള്ളതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൈപുണ്യം ഉണ്ടാവാം. ഒരുപക്ഷെ ഇത്രയും ആളുകൾ ഈ കള്ള് സോഡ എന്നൊരു പേര് കേട്ടുകൊണ്ട് ശരിക്കും ഇവിടെ എത്തുകയാണ്. ഞങ്ങളും ഇവിടെ എത്തി, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അസാധ്യ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പക്ഷേ പുള്ളി പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സോഡ നാരങ്ങയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. പക്ഷേ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് അറിയാനാണ് ഈ ആൾക്കാരൊക്കെ തന്നെ എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല രീതിയിലുള്ള ചൂടാണ്, വെയിലാണ്. എല്ലാവർക്കും ഈ കള്ള് സോഡ ഒരിക്കലെങ്കിലും ഈ ആശ്രമം വഴി പാസ് ചെയ്ത് പോകുന്നവർ ടേസ്റ്റ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യുകയാണ്. ഈ ചേട്ടൻ്റെ കള്ള് സോഡയുടെ പേരിൽ തന്നെ മറ്റു ചില കടകളൊക്കെ ഇവിടെയൊക്കെ പരിസരത്തൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതല്ല, ശരിക്കും ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് നായേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ പുതിയ കട. ഇത് 3 വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ട്. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെ? ഹരീഷ്. അനിയനുണ്ട് ഗിരീഷ്. ആണോ? ഓക്കെ. ഹരീഷും ഗിരീഷും ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന കട പ്രത്യേകം ചോദിക്കുക. അവരുടെ കള്ള് സോഡയാണ് ശരിക്കും റിയൽ കള്ള് സോഡ. ഈ അച്ഛനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അതിനുശേഷം മക്കൾ ഒക്കെ തന്നെ അവർ ഇതിനെ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് ഈ കള്ള് സോഡയുടേത്. ഏതായാലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇതുവഴി പോകുന്നവർ ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ബിലുവനിസൽ വിസ്മാൻ.